ഹലോ ഫ്രണ്ട്സ്, ക്രിപ്റ്റോ ടോപ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഗൈസ്, ഇന്നത്തെ വീഡിയോയിൽ പോകുന്നുള്ളത് ഒരു കിഡിലൻ AI ബേസ്ഡ് ആയിട്ടുള്ള ഒരു എയർ ഡ്രോപ്പിനെ കുറിച്ച് പറയാനാണ്. സോ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് എല്ലാവരും പറയുന്ന പോലെ തന്നെ ആദ്യം തന്നെ വീഡിയോ ഒന്ന് ലൈക്ക് അടിച്ചേക്കാം. അതുപോലെ തന്നെ നമ്മൾ ചാനൽ ആദ്യമായി കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. കഴിഞ്ഞ ദിവസങ്ങൾ ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. സോണിയം OG ബാഡ്ജ് ക്ലെയിം ചെയ്യുന്ന ഒരു വീഡിയോ ആണ്. വളരെ കുറഞ്ഞ ഫീയിൽ നിങ്ങൾക്ക് OG ബാഡ്ജ് ക്ലെയിം ചെയ്യാനുള്ള ഒരു മാർഗ്ഗമാണ് ഞാൻ ഇതിലൂടെ കാണിച്ചിട്ടുള്ളത്. സോണിയത്തിൻ്റെ ഒരു ഹൈപ്പ് എന്താണെന്ന് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. സോണി എന്ന് പറഞ്ഞ ഒരു മൾട്ടി നാഷണൽ കമ്പനിയാണ് ഈ സോണിയം എന്ന് പറഞ്ഞ ഈ ബ്ലോക്ക് ചെയിൻ റൺ ചെയ്യുന്നത്. സോ അവരുടേതാണ് ഈ പ്രോജക്റ്റ്. അപ്പോൾ നിങ്ങളും ഈ സോണിയത്തിൻ്റെ OG ബാഡ്ജ് നിങ്ങൾ മിസ്സാക്കരുത്. കാരണം അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ബാഡ്ജാണ്. കാരണം ആ ബാഡ്ജ് ത്രൂ നമുക്ക് ഒരുപാട് എയർ ഡ്രോപ്പ് കിട്ടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ മിസ്സാക്കി കളയരുത്. വളരെ കുറഞ്ഞ എമൗണ്ടിലാണ് ഈ ഇതൊക്കെ വളരെ ഒരു $3-4 ഞാൻ ഈ OG ബാഡ്ജിൻ്റെ എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്തിട്ടുള്ളത്. അപ്പം നിങ്ങൾ മിസ്സാക്കാതെ മാക്സിമം നിങ്ങൾ ഈ വീഡിയോ കണ്ടിട്ട് OG ബാഡ്ജ് ക്ലെയിം ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, അതുപോലെ തന്നെ മെറ്റാവേഴ്സ് HQ എന്ന് പറഞ്ഞ മറ്റൊരു അടിപൊളി എയർ ഡ്രോപ്പിൻ്റെ വീഡിയോ മുന്നേ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇവരുടെ ഈ മെറ്റാവേഴ്സ് HQ സാഗ 0 എന്ന് പറഞ്ഞ ഫസ്റ്റ് എയർ ഡ്രോപ്പ് അവർ ഏകദേശം $400 മുതൽ $4000 വരെ കൊടുത്തൊരു പ്രോജക്റ്റാണ്. അപ്പോൾ അവരുടെ സെക്കൻഡ് എയർ ഡ്രോപ്പാണ്. നിങ്ങൾ മിസ്സാക്കി കളയരുത്. അടിപൊളി എയർ ഡ്രോപ്പ് എന്ന് പറഞ്ഞാൽ അടിപൊളി എയർ ഡ്രോപ്പാണ്. ഓക്കെ, ഏതായാലും നമുക്ക് ഡയറക്റ്റ് ഇന്നത്തെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഗൈസ്, ഞാൻ ഓൾറെഡി ടെലഗ്രാമിൽ ഈ പ്രോജക്റ്റിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ കൈറ്റ് AI എന്നാണ് ഈ പ്രോജക്റ്റിൻ്റെ പേര്. ഇപ്പോൾ കറൻ്റ്ലി ഇവരുടെ ഫണ്ടിങ് അവർ റിവീൽ ചെയ്തിട്ടില്ല. ബട്ട് ഇതൊരു ഇമ്പോർട്ടൻ്റ് എന്ന് വെച്ചാൽ ലെയർ 1 AI ബേസ്ഡ് ആയിട്ടുള്ള ഒരു പ്രോജക്റ്റാണ്. സോ ഒരിക്കലും നിങ്ങൾ ലെയർ 1 പ്രോജക്റ്റുകളൊന്നും മിസ് ചെയ്യരുത്. കാരണം അടിപൊളിയായിട്ടുള്ള റിവാർഡ് അതിൽ നിന്ന് നമുക്ക് കിട്ടാൻ ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ ഇവരുടെ പാർട്ട്നേഴ്സ് എന്ന് പറയുന്നത് അവലാഞ്ച എന്ന് പറഞ്ഞാൽ ഓൾറെഡി മാർക്കറ്റിലുള്ളൊരു ടോക്കണാണ്. അപ്പോൾ ഇവരുമായിട്ടാണ് ഇതിൻ്റെ മെയിൻ ആയിട്ടുള്ള പാർട്ട്ണർഷിപ്പും കാര്യങ്ങളൊക്കെ വരുന്നത്. $24 ഇപ്പോൾ കറൻ്റ്ലി ഇവരുടെ പ്രൈസ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഈ പ്രോജക്റ്റ് എന്ന് പറഞ്ഞാൽ വളരെ ഏർലി സ്റ്റേജിലാണ്. അപ്പോൾ കഴിഞ്ഞ ദിവസമാണ് ഈ ടെസ്റ്റ് നെറ്റ് ഓപ്പൺ ആയി വന്നത്. അപ്പോൾ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ പോസ്റ്റ് രൂപത്തിലും അതുപോലെ തന്നെ വോയിസ് രൂപത്തിലൊക്കെ ഞാൻ ഇതിൽ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. മാക്സിമം നിങ്ങൾ ടെലഗ്രാമിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാ അപ്ഡേറ്റും പെട്ടെന്ന് നിങ്ങൾ ഇനീഷ്യൽ സ്റ്റേജിൽ തന്നെ നിങ്ങൾക്ക് കയറാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഗൈസ്, ഇവരുടെ ട്വിറ്റർ നോക്കുന്ന സമയത്ത് ഏകദേശം 2 ലക്ഷം ഫോളോവേഴ്സ് മാത്രമേ ആയിട്ടുള്ളൂ. വളരെ കുറഞ്ഞ മെമ്പേഴ്സ് മാത്രമേ ഇത് ഇപ്പോൾ കറൻ്റ്ലി ചെയ്യുന്നുള്ളൂ. അതുപോലെ തന്നെ ഇവരുടെ ഈ പ്രോജക്റ്റിൽ നല്ല രീതിയിൽ നമ്മൾ ചെയ്ത് കഴിഞ്ഞാലാണ് നമ്മൾ ഡാഷ്ബോർഡിൽ നമ്മളെ പോയിന്റ് കൂട്ടാൻ കഴിയുന്നത്. സോ നിങ്ങൾ ഈ ഇത് മാത്രം നോക്കിയാണ്ട് ഇതിൽ എത്ര മെമ്പേഴ്സ് ഉണ്ടെന്ന് കാൽക്കുലേറ്റ് ചെയ്യരുത്. സോ ഇതിലും കുറവായിരിക്കും ഈ പ്രോജക്റ്റ് ചെയ്യുന്നവരുടെ എണ്ണം. അതുപോലെ തന്നെ പ്രോപ്പറായി ചെയ്യുന്ന എണ്ണം അതിലും കുറവായിരിക്കും. സോ നിങ്ങൾ പ്രോപ്പറായിട്ട് ഈ പ്രോജക്റ്റിൽ വർക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ നിങ്ങൾക്ക് ടോപ്പ് ലെവലിൽ നിങ്ങൾക്ക് എത്താൻ പറ്റും. സോ നിങ്ങൾ മിസ്സാക്കി കളയരുത്. എല്ലാ കാര്യങ്ങളും ഈ വീഡിയോയിൽ പ്രോപ്പറായിട്ട് തന്നെ പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ആ ലിങ്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതേപോലെ ഒരു പേജിലോട്ടായിരിക്കും വരിക. ഇവിടെ നിങ്ങൾക്ക് ഗെറ്റ് സ്റ്റാർട്ടഡ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം മെറ്റാമാസ്ക് കണക്ട് ചെയ്യുക. ഓക്കെ, നിങ്ങൾക്ക് ഫോണിലാണെന്നുണ്ടെങ്കിൽ മൈസസ് ബ്രൗസർ അതുപോലെ തന്നെ കിവി ബ്രൗസറൊക്കെ യൂസ് ചെയ്യാം. അതിനുശേഷം നിങ്ങൾ അവാക്സ് എന്ന് പറഞ്ഞാൽ ഇവരുടെ ഈ നെറ്റ്വർക്ക് നിങ്ങൾ മെറ്റാമാസ്കിലോട്ട് ആഡ് ചെയ്യുക. ജസ്റ്റ് അപ്രൂവ് എടുക്കുക. അതിനുശേഷം ഒരു കൺഫേം മെസ്സേജ് വരും. കൺഫേം കൊടുക്കാം. ഓക്കെ, ഓപ്പൺ ആയിട്ട് യൂണ്ട് 100 XP പോയിന്റ്സ് കണ്ടിന്യൂ കൊടുക്കാം. അതിനുശേഷം ട്വിറ്റർ ഇവിടെ കണക്ട് ചെയ്യാം. ഓതറൈസ് ആപ്പ് കൊടുക്കുക. 100 X കിട്ടി. അതിനുശേഷം ഡിസ്കോഡ് കണക്ട് ചെയ്യാം. ഓതറൈസ്, അതിന് ശേഷം കണ്ടിന്യൂ. ഇത്രയും ചെയ്തതിന് ശേഷം നിങ്ങൾ സ്കിപ്പ് അടിക്കാം. ഗോട്ട് ഇറ്റ് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. ഇത്രയും പോയിന്റ്സ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇവിടെ നിന്നിട്ട് ടെലഗ്രാം കണക്ട് ചെയ്യുക. അതുപോലെ തന്നെ ഇവരുടെ ഡിസ്കോഡിൽ ജോയിൻ ചെയ്യാം. കൈറ്റ് AI എന്നുള്ളതിൽ ആക്സെപ്റ്റ് കൊടുക്കാം. ഇവിടെ വെരിഫൈ എടുക്കാം. വെരിഫൈ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നിങ്ങൾ താഴോട്ട് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ഒരു മെസ്സേജ് കാണും, ടേൺ ഓഫ് DMs എന്നുള്ള. ഇപ്പോൾ ഇവിടെ നിങ്ങൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ നിങ്ങൾ ഈ കൈറ്റ് AI എന്നുള്ള ഈ ഭാഗത്തിൻ്റെ സെറ്റിങ്സ് എടുക്കാം. അതിനുശേഷം ഇവിടെ നിങ്ങൾക്ക് പ്രൈവസി സെറ്റിങ്സ് ഉണ്ട്. അവിടെ നിങ്ങൾക്ക് ഡയറക്റ്റ് മെസ്സേജ് എന്നുള്ള ഈ ടിക്ക് ഉള്ളത് അൺടിക്ക് ചെയ്യുക. എന്നിട്ട് ഡണ്ണ് കൊടുക്കുക. അതിനുശേഷം നിങ്ങൾ കണ്ടിന്യൂ കൊടുക്കാം. അതിനുശേഷം ഇവിടെ നിങ്ങൾക്കൊരു ക്യാപ്ച കിട്ടും. ആ ക്യാപ്ച നിങ്ങൾ ഫില്ലപ്പ് ചെയ്യാം. ഓക്കെ, നമ്മൾ ഇത്രയേ ഉള്ളൂ. ഇതിൽ ഡിസ്കോഡിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തു. ഇനി അതിനുശേഷം റോൾ ഗൈഡ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, ജസ്റ്റ് ജനറലിൽ പോയിട്ട് ജസ്റ്റ് ഒരു ഹലോ ആദ്യം തന്നെ ഒന്ന് ഇത് ചെയ്യുക. കാരണം ഫസ്റ്റ് തന്നെ നമ്മൾ ഡിസ്കോഡിൽ ചെറിയൊരു ഇൻട്രാക്ഷൻ കാര്യങ്ങളൊക്കെ ചെയ്യാം. കണ്ടില്ലേ, ബിക്കോസ് ദിസ് ബ്ലോക്ക്ഡ് വിത്ത് സെർവർ യു മേ വിയോട് സെർവർ ഓണേഴ്സ് എന്ന്. ഗൈസ്, ഏതായാലും നമ്മൾ ഹലോ എന്നുള്ള പറ്റത്തില്ല. ആ വേർഡ് ഇതിൽ ബാൻഡ് ആണ്. അതുകൊണ്ടാണ് ഇതിൽ നമുക്ക് ചെയ്യാൻ പറ്റാത്തത്. സോ കുറച്ച് ടൈം ഉണ്ട്. അതിൻ്റെ ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക, വീണ്ടും ഇതേപോലെ എന്തെങ്കിലും മെസ്സേജും കാര്യങ്ങളൊക്കെ ഇതിൽ കൊടുക്കുക. അപ്പോൾ ഗൈസ്, നിങ്ങൾ എന്ത് ചെയ്യുക, മാക്സിമം നിങ്ങൾ ഇവരുടെ ഈ ചാറ്റിലും അതുപോലെ തന്നെ ഇവരുടെ ഇതിലൊക്കെ എന്ത് ചെയ്യുക, മാക്സിമം എല്ലാ ഇതിലും ഒന്ന് ഇൻട്രാക്ട് ചെയ്യുക. കാരണം ഇതിൽ ഇൻട്രാക്ട് ചെയ്യുന്നതോടെ നിങ്ങൾക്ക് നിങ്ങളെ റാങ്ക് ഇത് ചെയ്യാൻ പറ്റും, അപ്പ് ചെയ്യാൻ പറ്റും. അത് ത്രൂ നിങ്ങൾക്ക് ഡിസ്കോഡിൽ കൂടുതൽ റോൾസും കാര്യങ്ങളൊക്കെ ക്ലെയിം ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, മാക്സിമം ഡിസ്കോഡ് റോൾസ് നിങ്ങൾ എന്ത് ചെയ്യുക, ക്ലെയിം ചെയ്ത് വെക്കുക. ഓക്കെ, ഏതായാലും നമുക്ക് നേരെ കൈറ്റ് AIൻ്റെ ഇതിലോട്ട് പോകാം. ഓക്കെ ഗൈസ്, നമ്മൾ ഡിസ്കോഡ് കണക്ട് ചെയ്തിട്ടുണ്ട്. അതിന് ശേഷം നമുക്ക് ടെലഗ്രാം കണക്ട് ചെയ്യാം. ഓക്കെ, അതൊക്കെ നിങ്ങൾ ചെയ്യുക. ഓക്കെ, ഇനി അതിന് ശേഷം ഇവിടെ അടിയിലോട്ട് വന്നതിന് ശേഷം ജസ്റ്റ് എന്ത് ചെയ്യുക, ഫോളോ ഫൈറ്റ് പാത്ത് എന്നുള്ള ഭാഗത്ത് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. ഓപ്പൺ ട്യൂട്ടോറിയൽ എന്നുള്ള ഭാഗത്ത് ജസ്റ്റ് കണ്ടിന്യൂ കൊടുക്കുക. ബാക്കിയുള്ള ജസ്റ്റ് കണ്ടിന്യൂ കൊടുക്കുക. വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാം. ഓക്കെ,
അപ്പോൾ ഗൈസ് നമുക്ക് ഈ ടാസ്കും കാര്യങ്ങളൊക്കെ ഇവിടെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഏജന്റ് ആക്ഷൻസ് XP ക്യാൻ ഏൺ ടേക്ക് അപ് ടു 20 മിനിറ്റ്സ് ടു അപ്പിയർ. അതായത് നമ്മൾ ഈ ഏൺ ചെയ്യുന്ന XP നമ്മൾ പെട്ടെന്ന് തന്നെ അപ്പം തന്നെ ഇതിൽ അപ്പിയർ ആവത്തില്ല, അതായത് കാണത്തില്ല, കുറച്ച് ടൈം എടുക്കും ഇവിടെ അപ്ഡേറ്റ് ആവാൻ, റാങ്കും കാര്യങ്ങളൊക്കെ അപ്ഡേറ്റ് ആവാൻ. അതാണ് അവിടെ പറഞ്ഞിട്ടുള്ളത്. ഞാൻ ആദ്യം തന്നെ പറഞ്ഞെന്നുള്ളൂ. അപ്പോൾ ഏതായാലും നമുക്ക് ഡെയിലി ഒരു 20 പ്രാവശ്യം നമുക്ക് ഇൻട്രാക്ട് ചെയ്യാം. 20 പ്രാവശ്യമല്ല, മൾട്ടിപ്പിൾ ടൈം നമുക്ക് ഇൻട്രാക്ട് ചെയ്യാം. ബട്ട് 20 പ്രാവശ്യം ഇൻട്രാക്ട് ചെയ്യുമ്പോൾ നമുക്ക് 200 പോയിന്റ്സ് കിട്ടും. അപ്പോൾ ഡെയിലി 200 പോയിന്റ്സ് ആണ് മാക്സിമം നമുക്ക് കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് എത്രയും കൂടുതൽ ഇൻട്രാക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടോ അത്രയും ഇൻട്രാക്ട് ചെയ്യുക. 200 പോയിന്റ്സ് മാത്രമാണ് മാക്സിമം കിട്ടത്തുള്ളൂ. ഓക്കെ, നിങ്ങൾക്ക് 3 ഏജന്റുകളാണ് ഇവിടെ ഉള്ളത്. ഇൻട്രാക്ട് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. ഒരു ഇൻട്രാക്ട് ചെയ്യുന്നതിൽ 10 പോയിന്റ്സ് ആണ് നിങ്ങൾക്ക് കിട്ടുന്നത്. ജസ്റ്റ് മെറ്റാമാസ്കിൽ ഒരു കൺഫർമേഷൻ മെസ്സേജ് കൊടുക്കുക, കണക്ട് കൊടുക്കുക. അപ്പോൾ ഇവിടെ 3 ടൈപ്പിലാണ്, 3 ഏജന്റ് ആണ് നിങ്ങൾക്കുള്ളത്. അപ്പോൾ ഓരോ ഏജന്റിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഇവിടെ തന്നെ വന്നിട്ട് ഫസ്റ്റ് ഏജന്റ് എടുക്കുക. അതിനുശേഷം ഇവിടെ ജസ്റ്റ് എന്നിട്ടില്ല ഒരു എക്സാമ്പിൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇവിടെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മെസ്സേജ് ചെയ്താം. ഓക്കെ, ഞാൻ ജസ്റ്റ് ഒരു എക്സാമ്പിൾ കൊടുക്കുകയാണ്. വാട്ട് ഈസ് പ്രൂഫ് ഓഫ് എ എന്നാണ് കൊടുത്തിട്ടുള്ളത്. ടെസ്റ്റ് നെറ്റ് ആണ്. അപ്പോൾ ഗൈസ് ഫസ്റ്റ് ഇൻട്രാക്ഷൻ നമ്മളിവിടെ ചെയ്തു. ബട്ട് ഇവിടെ ഈ ഇൻട്രാക്ഷൻ നമ്മൾ ഇതിൽ കൗണ്ട് ആയില്ല. കാരണം ഇവിടെ ഓൺ ചെയിൻ ഇത് യൂസേജ് റെക്കോർഡ് ആയി കഴിഞ്ഞാലാണ് ഇത് കൗണ്ട് ആകത്തുള്ളൂ. ഇതിപ്പോൾ ഫെയിൽഡ് ആയിട്ടുണ്ട്. സോ നമുക്ക് എങ്ങനെ കൗണ്ട് ആവും എന്നുള്ള കാര്യങ്ങളൊക്കെ നോക്കാം. ഓക്കെ, ഇവിടെ കൗണ്ട് ആയി കഴിഞ്ഞാലാണ് നിങ്ങളുടെ ഒരു ഇൻട്രാക്ഷൻ ഇവിടെ സക്സസ് ആവത്തുള്ളൂ. സോ നിങ്ങൾ അടുത്തതിലോട്ട് പോയേക്കാം. ഇവിടെ നിങ്ങൾക്ക് പ്രൈസ് ഓഫ് ബിറ്റ് കോയിൻ എന്ന് കൊടുക്കുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യുക, അതിൽ കൊടുക്കാം. ഇതിലും റെക്കോർഡിംഗ് യൂസേജ് ഓൺ ചെയ്യുന്ന കാണിക്കുന്നുണ്ട്. നമുക്ക് ആവുമെന്ന് നോക്കാം. യെസ്, ഇതായിട്ടുണ്ട്. ഓക്കെ, കണ്ടില്ല, ഇതായപ്പോൾ ഒരു ഇൻട്രാക്ഷൻ ഇവിടെ ആയിട്ടുണ്ട്. ഓക്കെ, ഇതായില്ല എന്നുണ്ടെങ്കിൽ നമുക്കിവിടെ ഫെയിൽഡ് ടു റെക്കോർഡ് യൂസേജ് എന്നുള്ള കാണിക്കും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, വീണ്ടും ചെയ്യാം. വെറുതെ നമ്മൾ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ അത് ആവണമെന്നില്ല, ചിലപ്പോൾ മിക്കതും ഫെയിൽഡ് ആവാനുള്ള ചാൻസ് ആണ്. അപ്പോൾ ഫെയിൽഡ് ആവാതെ നിങ്ങൾക്ക് പെട്ടെന്ന് ഒരു 20 ക്വസ്റ്റ്യൻ, അതായത് ഇൻട്രാക്ഷൻ പെട്ടെന്ന് ചെയ്യാൻ എങ്ങനെയാണെന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഇതിൽ കാണിക്കുന്നുണ്ട്. സോ നിങ്ങൾ എന്ത് ചെയ്യുക, വീഡിയോ ഫുള്ളായിട്ട് കാണുക. അതിനുശേഷം ഷെർലോക്ക് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഇവിടെ ഉണ്ടല്ലേ വട്ട് യു തിങ്ക് ഓഫ് ദിസ് ട്രാൻസാക്ഷൻ എന്ന് പറഞ്ഞിട്ട് ഒരു കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ജസ്റ്റ് അവിടെ ഭാഗത്ത് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഇതാവുമോ നോക്കാം. റോഡ് അനാലിസിസ് കംപ്ലീറ്റ്. യെസ്, ഇതും ഫെയിൽഡ് ആയിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അനുസരിച്ച് ഇഷ്ടം പോലെ ക്വസ്റ്റ്യൻസ് നമുക്ക് ChatGPT ചോദിക്കുന്ന പോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ടൈപ്പ് ചെയ്യുക. ജസ്റ്റ് എന്ത് ചെയ്യുക, എൻ്റർ അടിക്കുക. ഞാൻ ജസ്റ്റ് പ്രൈസ് ഓഫ് ബിറ്റ് കോയിൻ അടിച്ചു നോക്കട്ടെ. ഓക്കെ, എന്ത് വേണം നിങ്ങൾക്ക് അടിക്കാം കേട്ടോ. ജസ്റ്റ് ഞാനൊന്ന് അടിച്ചിട്ടുണ്ട്. അപ്പോൾ ഗൈസ് ഞാൻ ഇത് അടിച്ച സമയത്ത് ഇത് ഫെയിൽ ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യുക, വീണ്ടും വീണ്ടും പല ഇതിൽ ട്രൈ ചെയ്യുക. അപ്പോൾ അത് അങ്ങനെ ട്രൈ ചെയ്യാൻ നിങ്ങളിപ്പോൾ എവിടെ നിന്നാണ് ഇത് നിങ്ങൾക്ക് അറിയാത്ത ഒരാളാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് എന്ത് ചെയ്യുക, ഗൂഗിളിൽ പോവുക. എന്നിട്ട് എന്ത് ചെയ്യുക, ജസ്റ്റ് ഇവിടെ വന്നിട്ട് ക്രിപ്റ്റോ AI ക്വസ്റ്റ്യൻസ് എന്ന് ടൈപ്പ് ചെയ്യുക. ജസ്റ്റ് ഗൂഗിളിൽ ടൈപ്പ് ചെയ്യുക. അതിനുശേഷം നിങ്ങൾക്ക് ഒരുപാട് ക്വസ്റ്റ്യൻസ് കിട്ടാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, ഇവിടെ ജസ്റ്റ് വേണമെന്നുണ്ടെങ്കിൽ പീപ്പിൾ ഓൾസോ ആസ്ക് എന്നുള്ള ഭാഗത്ത് ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ട്. അത് വേണം ജസ്റ്റ് കോപ്പി ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യുക, ഈ ഏജൻറ്റിൻ്റെ ഇതിൽ ജസ്റ്റ് എന്ത് ചെയ്യുക, ടൈപ്പ് ചെയ്യുക. ഓക്കെ, ഇതിൽ ടൈപ്പ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ആ ക്വസ്റ്റ്യൻസ് ഇവിടെ അതിൻ്റെത് ഇവിടെ റൺ ആവും. ഓക്കെ, അതിവിടെ കറൻ്റ്ലി ഓക്കെ റൺ ആയിക്കൊണ്ട്, പക്ഷേ അതും ഫെയിൽഡ് ആയിട്ടുണ്ട്. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻസ് നോക്കാം. വാട്ട് ഈസ് ദ ബെസ്റ്റ് AI ഫോർ ക്രിപ്റ്റോ എന്ന് അടിച്ച് നോക്കാം. ഏതെങ്കിലുമൊക്കെ എടുക്കട്ടെ. ഈ മൂന്നിലും ഏതിലും ചെയ്താലും മതി, ഇൻട്രാക്ട് ചെയ്താലും മതി. ഏതിലാണ് ആവുന്നത് അതിൽ നിങ്ങൾ എന്ത് ചെയ്യുക, വീണ്ടും വീണ്ടും ട്രൈ ചെയ്യുക കേട്ടോ. വാട്ട് ഈസ് അടുത്ത ക്വസ്റ്റ്യൻ നമ്മൾ വീണ്ടും ട്രൈ ചെയ്യുക. റെക്കോർഡിംഗ് ഓൺ ചെയിൻ യൂസേജ് എന്ന് ഇവിടെ കാണിക്കുന്നുണ്ട്. വർക്ക് ആവുമെന്ന് നോക്കാം. അതിനുശേഷം വീണ്ടും നമുക്ക് ഷെർലോക്കിലോ ഏതിൽ വേണമെങ്കിലും നമുക്ക് ക്വസ്റ്റ്യൻ ചോദിക്കാം കേട്ടോ. അപ്പോൾ ഗൈസ് നിങ്ങൾ ക്രിപ്റ്റോ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ചെയ്യുക. പിന്നെ ഇതെന്ന് പറഞ്ഞാൽ ടെസ്റ്റ് നെറ്റ് ആണ്. അപ്പോൾ കുറച്ച് ടൈം എടുക്കും ഇതിൽ നമ്മൾ ഈ വർക്കും കാര്യങ്ങളൊക്കെ ആവാൻ. പെട്ടെന്ന് എല്ലാം ക്വസ്റ്റ്യൻസ് ഒന്നും ആൻസർ ആയി കിട്ടില്ല. നിങ്ങളിവിടെ കണ്ട പോലെ തന്നെ കുറച്ച് ടൈം എടുക്കും. അപ്പോൾ ഗൈസ് ഇതൊക്കെ കറൻ്റ് സെറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇതേപോലുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസ് നമുക്ക് ഗൂഗിളിൽ കിട്ടും. അപ്പോൾ ഇവിടെ നിങ്ങൾ ഈ ക്വസ്റ്റ്യൻസ് മൊത്തം നിങ്ങൾ കൊടുത്തെന്ന് വിചാരിച്ചോ. അതിന് ശേഷം നിങ്ങൾക്ക് പുതിയ ക്വസ്റ്റ്യൻ കിട്ടണമെന്നുണ്ടെങ്കിൽ ഇതിൽ ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യനിൽ ഈ ആരോ മാർക്ക് ഉണ്ടല്ലോ, ഇവിടെ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യുക, പുതിയ ക്വസ്റ്റ്യൻസ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. ഓക്കെ, ജസ്റ്റ് ഇങ്ങനെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പുതിയ പുതിയ ക്വസ്റ്റ്യൻസ് ഇതിലോട്ട് ആഡ് ആയിക്കൊണ്ടിരിക്കും. സോ നിങ്ങൾ എന്ത് ചെയ്യുക, ആ ക്വസ്റ്റ്യൻസ് കോപ്പി ചെയ്തതിന് ശേഷം ഇവിടെ വന്നിട്ട് പേസ്റ്റ് ചെയ്യുക. അങ്ങനെ നിങ്ങൾ എന്ത് ചെയ്യുക, ഏകദേശം ഒരു 20 ഇൻട്രാക്ഷൻസ് ആണ് നിങ്ങൾക്ക് പെർ ഡേ നിങ്ങൾക്ക് ഇതിൽ എന്ത് ചെയ്യാൻ പറ്റുന്നത്. സോ അത് നിങ്ങൾ ക്ലെയിം ചെയ്യും തോറും നിങ്ങൾക്ക് നിങ്ങളെ പോയിന്റ്സ് ഇതിൽ ഇൻക്രീസ് ചെയ്യാൻ പറ്റും. സോ ഇത് പോയിന്റ്സ് ഇവിടെ ഇത് വരാൻ കുറച്ച് ടൈം എടുക്കും. നിങ്ങൾ എന്ത് ചെയ്യുക, വെയിറ്റ് ചെയ്യുക. ഏതായാലും നിങ്ങൾ എന്ത് ചെയ്യുക, 20 ഇൻട്രാക്ഷൻസ് കംപ്ലീറ്റ് ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, അതുപോലെ തന്നെ നിങ്ങൾ ഇവിടെ ഉള്ള ടാസ്കുകളും കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ചെയ്യുക. ഓക്കെ, അതിനുശേഷം നിങ്ങൾക്ക് ഇവിടെ നിങ്ങൾ എത്ര റാങ്ക് ആണ് എന്നുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ കാണാൻ സാധിക്കും. അതുപോലെ തന്നെ നിങ്ങൾക്ക് മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സുകളൊക്കെ നിങ്ങൾ ഷെയർ ചെയ്യുക. അപ്പോൾ പിന്നെ ഇവരുടെ ഗാലക്സി ക്വസ്റ്റുകളുണ്ട്, അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, മാക്സിമം നിങ്ങൾ ഗാലക്സി ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമ്മൾ ഏതായാലും നമ്മളെ പോയിന്റ്സിൻ്റെ ഭാഗത്ത് നോക്കി കഴിഞ്ഞാൽ നമ്മൾ എത്ര ഇൻട്രാക്ട് ചെയ്ത്, അതുപോലെ തന്നെ നമ്മൾ പ്രൊഫൈലിൽ ഏതൊക്കെ വന്നതെന്നൊക്കെ എല്ലാ കാര്യങ്ങളൊക്കെ ഇവിടെ കാണാൻ സാധിക്കും. ഇപ്പോൾ നമ്മളെ പോയിന്റ് നമ്മളിവിടെ അപ്ഡേറ്റ് ആയിട്ടില്ല. അപ്ഡേറ്റ് ചെയ്യാൻ കുറച്ച് ടൈം എടുക്കും, ഞാൻ ഓൾറെഡി പറഞ്ഞതാണ്. അപ്പോൾ നിങ്ങൾ മാക്സിമം ഇത് മിസ്സാക്കരുത്. ലെയർ 1 പ്രോജക്റ്റ് ആണ്, അതുപോലെ തന്നെ നല്ലൊരു ബാക്കേഴ്സ് ഉള്ള ഒരു പ്രോജക്റ്റ് ആണ്. നിങ്ങൾ മിസ്സാക്കി കളയരുത്. പിന്നെ AI എന്ന് പറഞ്ഞാൽ നല്ല കറൻ്റ്ലി ബൂമിംഗ് ഉള്ളൊരു പ്രോജക്റ്റ് ആണ്.
അപ്പോൾ ഇതൊക്കെ എല്ലാം ബേസിസിൽ നോക്കിക്കഴിഞ്ഞാൽ ഒരു കിടിലം പ്രോജക്റ്റാണിത്. അതുകൊണ്ട് നിങ്ങൾ മിസ്സാക്കി കളയരുത്. ഇതിൻ്റെ ബാക്കി അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ നമ്മൾ ടെലഗ്രാമിൽ ഷെയർ ചെയ്യുന്നതായിരിക്കും. സോ മിസ്സാക്കി കളയണ്ട. ഓക്കെ, ഏതായാലും പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരേക്കും